ജേക്കബ് തോമസ് പ്രതിയായ ഡ്രഡ്ജർ അഴിമതി കേസിൽ കേന്ദ്ര സർക്കാരിന് 25,000 രൂപ പിഴ ചുമത്തിയ നടപടി സുപ്രീംകോടതി പിൻവലിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അപേക്ഷ അംഗീകരിച്ചാണ് തീരുമാനം. രേഖകൾ തയ്യാറാക്കിയപ്പോൾ പറ്റിയ പിഴവെന്ന് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. ഷബ്ന കെ എം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ഷബ്ന, എന്താണ് കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്? കൂട്ടുപ്രതിയായ നെതർലൻഡിലെ IHC ബീവർ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്ര സർക്കാരിനോട് റിപ്പോർട്ടായി സമർപ്പിക്കാൻ നേരത്തെ തന്നെ കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷം കേന്ദ്ര സർക്കാർ ഈ റിപ്പോർട്ട് സമർപ്പിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു 25,000 രൂപ പിഴ ചുമത്തിയത്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ പിഴത്തുക ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ പിഴ ഈടാക്കാൻ നിർദ്ദേശിച്ച ഉത്തരവ് പിൻവലിക്കുകയും ചെയ്തു. രേഖകൾ തയ്യാറാക്കിയപ്പോൾ പറ്റിയ പിഴവാണ് എന്നാണ് കേന്ദ്ര സർക്കാർ ഇതിന് വിശദീകരണമായി കോടതിയിൽ സമർപ്പിച്ചത്. ഡ്രഡ്ജർ കരാറിന്റെ റിപ്പോർട്ട് നെതർലൻഡ് സർക്കാർ നൽകി എന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ പരിഭാഷപ്പെടുത്തിയ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ 3 ആഴ്ചക്കകം സമർപ്പിക്കാമെന്ന ഉറപ്പിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ചുമത്തിയ പിഴ ഒഴിവാക്കിയത്.